സന്തോഷത്തിലും സങ്കടത്തിലും കൈവിടാത്ത, ചൂഷണം ചെയ്യാത്ത സുഹൃത്ത്. ഏതു ജീവിതച്ചൂടിലും ചെന്നിരിക്കാനുള്ള ചങ്ങാതിത്താണ്. അത് നിങ്ങളുടെ ഏറ്റവും വലിയ ഫിക്സഡ് ഡെപ്പോസിറ്റാണ്. സൗഹൃദത്തെക്കുറിച്ച് അമേരിക്കൻ ചിന്തകൻ ഡിക്സി വിൽസൺ പറഞ്ഞത് ഇങ്ങനെ: നിങ്ങളുടെ ജന്മദിനത്തിൽ വയസ്സു കണക്കാക്കേണ്ടത് നേടിയ സുഹൃത്തുക്കളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ വർഷങ്ങൾ എണ്ണിയല്ല. കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എപ്പോൾ വേണമെങ്കിലും അഴിയാവുന്ന കെട്ടാണ് കൂട്ടുകെട്ട്. എന്നാൽ യഥാർത്ഥ സൗഹൃദം അങ്ങനെയല്ല. അത് ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ്. യഥാർത്ഥ സുഹൃത്തുക്കൾ എന്തെങ്കിലും നേട്ടത്തിനു വേണ്ടിയാവില്ല നമ്മളോടൊപ്പം കൂടുക. നമ്മുടെ കുടുംബം, ഹിമയോ സമ്പത്തോ പദവിയോ ഒന്നുമാവില്ല അടുപ്പം സൂചിപ്പിക്കുന്ന അളവുകോൽ. അതിനെല്ലാം എത്തിപ്പിടിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലാകും അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം. യുദ്ധഭൂമിയിൽ നിന്ന് ഒരു യഥാർത്ഥ സുഹൃത്തിന്റെ കഥ കേൾക്കാം. ആ യുദ്ധഭൂമിയിൽ അയാൾ കൂടിയെത്താവുന്ന മാത്രം അകലത്ത് അയാളുടെ സുഹൃത്ത് വെടിയേറ്റ് വീണ് വേദന കൊണ്ട് പിടയുന്നു. ഓടിച്ചെന്ന് അവനെ വലിച്ചു നീക്കി ബങ്കറിനുള്ളിലേക്ക് കൊണ്ടുവന്നാൽ ഒരു പക്ഷേ അവന്റെ ജീവൻ രക്ഷിക്കാനായേക്കും. പക്ഷേ ഒരു നിമിഷത്തെ ആലോചനയെ അയാൾക്കതിനായി വേണ്ടി വന്നുള്ളൂ. തന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ച സഹപ്രവർത്തകരെയും ഓഫീസറെയും തള്ളിമാറ്റിക്കൊണ്ട് ചീറിപ്പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ അയാൾ അവന്റെ അരികിലേക്ക് കുതിച്ചു. ഒന്നും കാണാനാകാത്ത കുറേ നിമിഷങ്ങൾ. അല്പസമയത്തിനു ശേഷം ഏങ്ങൽ ടക്കിപ്പിടിച്ചുകൊണ്ട് തിരികെ വന്ന അയാളോട് ആ ഓഫീസർ പുച്ഛത്തോടെ ചോദിച്ചു: ഞാനപ്പോഴേ പറഞ്ഞില്ലേ, റിസ്ക് എടുത്താലും പോയിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന്. കണ്ണീർ അടക്കിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു: ഇല്ല സാർ, ഞാനവിടെ ചെന്നപ്പോൾ അവന് ജീവനുണ്ടായിരുന്നു. മരിക്കുന്നതിനു മുമ്പ് അവൻ എന്നോട് പറഞ്ഞതെന്താണെന്നറിയാമോ? നീ വന്നല്ലേ കൂട്ടുകാരാ, എനിക്കുറപ്പുണ്ടായിരുന്നു രക്ഷിക്കാൻ നീ വരുമെന്ന്. ഇതാവണം സൗഹൃദം തരുന്ന പ്രതീക്ഷയും ആത്മാർത്ഥതയും.